وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. فقد قال النبي صلى الله عليه وسلم: ليس منا من تشبه بغيرنا، أو كما قال رسول الله صلى الله عليه وسلم: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട്, ഔദാര്യം കൊണ്ട് നമുക്കെല്ലാം അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചു കൂട്ടുവാൻ അല്ലാഹു നാം ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്ത് കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആഫിയത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം വരേക്കും അല്ലാഹു നമുക്കെല്ലാം നല്ല ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു ആലി ഇമ്രാൻ. മൂന്നാമത്തെ സൂറത്താണ്. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറയ്ക്ക് ശേഷമുള്ള സൂറത്താണ് സൂറത്തു ആലി ഇമ്രാൻ, മൂന്നാമത്തെ സൂറത്ത്. അതിന്റെ 35, 36 എന്നീ ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് ഇമ്രാൻ എന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ സംബന്ധിച്ചാണ്. ഇമ്രാൻ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ കുടുംബം, ആ കുടുംബത്തെ സംബന്ധിച്ചാണ്, അവരുടെ വിശേഷങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു ഈ ആയത്തുകളിലൂടെ പ്രതിപാദിക്കുന്നത്. ഇദ് ഖാലത് ഇംറാതു ഇമ്രാൻ, ഈ ആയത്ത് അല്ലാഹു തുടങ്ങുന്നത് തന്നെ ഇമ്രാനിന്റെ കുടുംബം പറഞ്ഞ സന്ദർഭം, സാഹചര്യം എന്നാണ്. ഇമ്രാനിന്റെ കുടുംബം ഹന്ന എന്നാണ് പേര്. അവർ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു നേർച്ച നേർന്ന സാഹചര്യം, ഗർഭിണിയായിരിക്കെ, ഗർഭം ധരിച്ചിരിക്കെ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു നേർച്ച നേരുകയാണ്. എന്താണ് ആ നേർച്ച? ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഇമ്രാൻ എന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ഹന്ന ഗർഭം ധരിച്ചിരിക്കെ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു നേർച്ച നേരുകയാണ്. അല്ലാഹുവേ, എന്റെ വയറ്റിലുള്ള കുട്ടി, ഫലസ്തീനിലെ ഇന്ന് വിശ്വാസികൾ ഏതൊരു മസ്ജിദിന് വേണ്ടിയാണോ, ഏതൊരു മസ്ജിദിന്റെ സംരക്ഷണാർത്ഥമാണോ പോരാടുന്നത്, ഷഹാദത്ത് കൈവരിക്കുന്നത്, ആ മസ്ജിദാകുന്ന ബൈത്തുൽ മഖ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി ഞാൻ നേർച്ച നേരാം, അതല്ലെങ്കിൽ നേർച്ച നേരുന്നു, ഒഴിഞ്ഞു വെക്കുന്നു എന്ന് ഹന്ന ബീവി നേർച്ച നേർന്നൊരു സാഹചര്യം. അല്ലാഹുവേ, എന്റെ വയറ്റിൽ വളരുന്ന കുട്ടി ബൈത്തുൽ മഖ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി ഞാൻ നേർച്ച നേരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികളെ നേർച്ച നേരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഹന്ന ബീവി അല്ലാഹുവിന്റെ മുന്നിൽ ഒരു നേർച്ച സമർപ്പിക്കുകയാണ്. ഫതഖബ്ബൽ മിന്നി, ശേഷം ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു: അല്ലാഹുവേ, എന്റെ ഈ നേർച്ചയെ, കർമ്മത്തെ നീ സ്വീകരിക്കണം പടച്ചവനെ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ കാര്യങ്ങളെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. തൊട്ടടുത്ത ആയത്തിൽ പ്രസവാനന്തരമുള്ള കാര്യം പറയുകയാണ്. ഫലമ്മാ വദഅതഹാ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ. അങ്ങനെ ഹന്ന എന്ന മഹദി പ്രസവിച്ചപ്പോൾ
അവർ അള്ളാഹുവിനോട് പറയുകയുണ്ടായി, അള്ളാഹുവെ, ഒരു ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ നേർച്ച നേർന്നത്, പക്ഷെ എനിക്ക് നീ തന്നത് ഒരു പെൺകുഞ്ഞിനെ ആണല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ആൺകുഞ്ഞുങ്ങളെ പള്ളി പരിപാലനത്തിന് വേണ്ടി നേർച്ച നേർന്ന സമ്പ്രദായമായിരുന്നു. പക്ഷെ അള്ളാഹു ഹന്നാ ബീവിക്ക് കൊടുത്തത്, ഇമ്രാൻ എന്ന വ്യക്തിക്ക് കൊടുത്തത് പെൺകുഞ്ഞിനെയാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, വല്ലാഹു അഅലമു ബിമാ വളഅത്, അവർക്ക് ജനിച്ചത് ഏത് കുട്ടിയാണ്, അതല്ലെങ്കിൽ അവർ പ്രസവിച്ചത് ഏത് കുഞ്ഞിനെയാണ്, ആണിനെയാണോ പെണ്ണിനെയാണോ എന്ന് കൃത്യമായി അള്ളാഹുവിന് അറിയാം. അള്ളാഹു ആണല്ലോ കൊടുക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയെല്ലാം സാലിഹീങ്ങളും സാലിഹത്തുകളും ആക്കി തരുമാറാകട്ടെ. വലൈസ ദകറു കൽ ഉൻസാ, ആൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളെ പോലെയല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. വഇന്നീ സമ്മൈതുഹാ മറിയം, ഹന്നാ ബീവിയും ഇമ്രാൻ എന്ന മഹാനും തങ്ങൾക്ക് ലഭിച്ച ആ പെൺകുട്ടിക്ക് മറിയം എന്ന് പേര് വെച്ചു. വഇന്നീ ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും മറിയമിനെയും മറിയമിന് ജനിക്കുന്ന സന്തതികളെയും നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇമ്രാൻ എന്ന വ്യക്തിയും ഹന്നാ ബീവിയും കൂടി ചേർന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നേർച്ച നേർന്നത് പ്രകാരം പള്ളി പരിപാലനത്തിന് വേണ്ടി മറിയമിനെ പള്ളിയിലേക്ക് എത്തിക്കുകയാണ്, ബൈത്തുൽ മഖ്ദസിലേക്ക് എത്തിക്കുകയാണ്. ധാരാളം പരിപാലകരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാലകനാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ മറിയമിന്റെ കാര്യം ആരേറ്റെടുക്കും എന്ന വിഷയത്തിൽ പരസ്പരം തർക്കമുണ്ടായപ്പോൾ പള്ളി പരിപാലകർക്കിടയിൽ ഒരു നറുക്കിടാൻ വേണ്ടി തീരുമാനിച്ചു. വിശുദ്ധ ഖുർആൻ അതും പറയുന്നുണ്ട്, ഒരു നറുക്കിടുക. നറുക്ക് ആർക്കാണോ വീഴുന്നത് അവരായിരിക്കും, നറുക്ക് വീഴുന്ന വ്യക്തിയായിരിക്കും ഈ മറിയമിനെ ഏറ്റെടുക്കുന്നത്. وما كنت لديهم إذ يلقون أقلامهم وما كنت لديهم إذ يختصمون. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, അവർ നറുക്കിട്ട സാഹചര്യം താങ്കൾ അവരുടെ അടുക്കൽ ഇല്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് 500-600 വർഷം മുമ്പുള്ള കാര്യമാണിത്. റസൂൽ ജനിക്കുന്നതിന് 500 വർഷം മുമ്പുള്ള കാര്യമാണ്. നറുക്കെന്തെന്നറിയുമോ? ജോർദാൻ നദിയുടെ തീരത്ത് പോയി എല്ലാവരും അവരുടെ കൈവശം എഴുതാൻ ഉപയോഗിക്കുന്ന പേന വെള്ളത്തിലേക്കിടും. ഇത് യുൽഖൂന അഖ്ലാമഹു, ആരുടെ പേനയാണോ താഴ്ന്നു പോകാതെ പൊന്തി നിൽക്കുന്നത് അവരായിരിക്കും മറിയമിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന ഒരു തീരുമാനത്തിലായി. അങ്ങനെ നറുക്ക് പല പ്രാവശ്യം വീണത് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അള്ളാഹുവിന്റെ ഒരു നബിയാണ്, പ്രവാചകനാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മറിയം എന്ന മഹദിയെ ഏറ്റെടുക്കുകയാണ്. മറിയം എന്ന മഹദി ബൈത്തുൽ മഖ്ദസിൽ നിന്ന് വളരുകയാണ്. അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച് കൃത്യമായി നമസ്കരിച്ച് ദിക്റുകൾ ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട നിലയിൽ ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അള്ളാഹുവുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു സ്ത്രീയായിരുന്നു മറിയം. ചില സാഹചര്യങ്ങളിൽ ഞാൻ മറിയമിന്റെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫലസ്തീനിൽ അന്ന് കാണാത്ത മുന്തിയ ഇനം പഴങ്ങൾ, ഫലവർഗ്ഗങ്ങൾ മറിയമിന്റെ തിന്മേശയുടെ മുകളിൽ കാണാൻ സാധിച്ചു. അന്നാലക്കി ഹാദ, എവിടുന്നാണ് മറിയമേ ഈ പഴങ്ങൾ, എവിടുന്നാണ് നിനക്ക് കിട്ടിയതെന്ന് ചോദിച്ചപ്പോ മറിയം പറഞ്ഞത് ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, അള്ളാഹു എനിക്ക് നേരിട്ട് ഇറക്കി തന്നതാണ് എന്ന് മറിയം പറയുന്ന ഒരു സാഹചര്യം വിശുദ്ധ ഖുർആൻ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം അള്ളാഹുമായിട്ട് ബന്ധമുള്ള ഒരു മഹദിയായിരുന്നു മറിയം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് പറയുന്നു, അല്ലാഹു വഇദ് ഖാലത്തിൽ മലായികതു യാ മറിയം, വാനലോകത്ത് നിന്ന് മാലാഖമാരുടെ നേതാവാകുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാനവുമായി മനുഷ്യരൂപത്തിൽ മറിയമിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വാനലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ മറിയമിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വഇദ് ഖാലത്തിൽ മലായികതു യാ മറിയം, അല്ലയോ മറിയമേ,
ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുൽ മസീഹ്. നിനക്ക് അല്ലാഹു ഒരു സന്തോഷ വാർത്ത നൽകുവാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഒരു കുട്ടിയെ നിനക്ക് നൽകുവാൻ. ആ കുട്ടിയുടെ പേരും പറഞ്ഞു മസീഹു ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയം. ഈസ എന്നൊരു പ്രവാചകൻ നിന്റെ കുട്ടിയായിട്ട് ജനിക്കണം എന്നുള്ളത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് റബ്ബിന്റെ സമക്ഷത്തിൽ നിന്നും ഞാൻ എത്തിയത് എന്ന് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന് കൈമാറുകയാണ്. മറിയം പറഞ്ഞു, ഖാലത് അന്നാ യകൂനു ലി വലദിൻ, എനിക്ക് കുട്ടിയുണ്ടാകുകയോ? വലം യംസസ്നി ബശറുൻ, ഇന്നേ വരെ ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല, ഒരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ടില്ല. വലം അക്കു ബഗിയ്യൻ, ഞാനൊരു ദുർനടപ്പുകാരിയുമല്ല. ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല, ഞാനൊരു ദുർനടപ്പുകാരിയുമല്ല എന്നിരിക്കെ എനിക്ക് എങ്ങനെ കുട്ടിയുണ്ടാകാനാണ്? ഉടനെ ആ മലക്ക് പറയുന്നുണ്ട്, ഖാല കദാലിക്, അത് അങ്ങനെ തന്നെയാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുൻ എന്ന് പറയുകയുള്ളൂ, ആകൂ എന്ന് പറയും, ഫയകൂനു, അത് അപ്പോൾ ഉണ്ടാകും, അപ്പോൾ അതായിത്തീരും. അങ്ങനെ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന്റെ ശരീരത്തിലേക്ക് ഊതുകയും പിതാവില്ലാത്ത ഒരു കുട്ടിക്ക് മസീഹു ഈസ ഇബ്നു മറിയം എന്ന ചരിത്രം സൃഷ്ടിച്ചൊരു പ്രവാചകന് ജന്മം കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂജാതനാകുകയാണ്. ഈ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ആളുകൾ സ്വന്തം കൺമുന്നിൽ വെച്ച് തന്നെ ചരിത്രത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. നിന്റെ ഉപ്പയും ഉമ്മയും ദുർനടപ്പുകാരായിരുന്നില്ലല്ലോ, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട നിലയിൽ ജീവിതം നയിച്ചവരായിരുന്നല്ലോ, പിന്നെ നിനക്ക് എന്ത് പറ്റിയെന്ന് മറിയമേ എന്ന് സ്വന്തം ചരിത്രത്തെ കൺമുന്നിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. മറിയം ഒരുപാട് വിഷമിച്ചു അലൈഹിസ്സലാത്തു വസ്സലാം. മരണം വരെ കൊതിച്ചു എന്നാണ്. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുന്നുണ്ട്, ഞാനങ്ങ് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ. എനിക്ക് താങ്ങാൻ കഴിയാത്ത വിഷമമാണല്ലോ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ളത്. പലതവണ ദുആ ചെയ്ത് പ്രാർത്ഥിച്ചു, പക്ഷെ എന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നില്ലല്ലോ. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകൂതു നസിയം മൻസിയാ. ഞാനങ്ങ് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ, ഞാനങ്ങ് വിസ്മരിക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ. മറിയം ദുആ ചെയ്തു. എന്നാൽ വലിയ ഒരു മഹാപുരുഷന് ജന്മം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരീക്ഷണമായിരുന്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ടത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂജാതനായി തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആളുകൾ ചോദിച്ചു, എവിടെ നിന്നാണ് നിനക്ക് ഈ കുട്ടി? ആരുടെ കുട്ടിയാണിത്? ഇതിന്റെ പിതാവാരാണ്? മറിയം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് കൈ ചൂണ്ടുകയാണ്. ഫഅശാറത് ഇലൈ ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയാ. ആളുകൾ ചോദിച്ചു, ഞങ്ങൾ എങ്ങനെ ഈ കൊച്ചു കുട്ടിയോട് സംസാരിക്കും? തൊട്ടിലിൽ കിടന്ന് കരയുന്ന, പാല് കുടിക്കുന്ന പ്രായമുള്ള ഈ കുട്ടി ഞങ്ങൾ എന്ത് സംസാരിക്കാനാ? ഉടനെ ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് قال إني عبد الله آتاني الكتاب وجعلني نبيا. തൊട്ടിലിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട മസീഹു ഈസ ഇബ്നു മറിയം എന്ന ചരിത്ര പുരുഷനായ മഹാപ്രവാചകൻ തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്നു. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, പടച്ചവന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ്, റബ്ബിന്റെ ഗ്രന്ഥവുമായിട്ട് നിയമസംഹിതയുമായിട്ട് ഞാൻ ഈ ലോകത്തേക്ക് പിറന്നു വീണതാണ്. വജഅലനി നബിയാ, എന്നെ പ്രവാചകനാക്കിയിരിക്കുകയാണ് അല്ലാഹു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈസാ നബിയുടെ ചരിത്രത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തിനാണ് ഇന്ന് ഈ ജുമഅയ്ക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ നമുക്കെല്ലാം അറിയാം അല്ലേ? ക്രൈസ്തവ വിഭാഗത്തിന്റെ മതത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ക്രിസ്തുമസ്. അതിനെക്കുറിച്ച് ചെറിയൊരു സന്ദേശം അവസാനം പറയാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
ഓരോ സാഹചര്യങ്ങളാണല്ലോ ഓരോ പ്രവാചകന്മാരെ കുറിച്ചും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും പഠിക്കാൻ അവസരം നൽകുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 3 ഉത്തരവാദിത്തങ്ങളുമായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. കൃത്യം മനസ്സിലാക്കണം. 3 ഉത്തരവാദിത്തങ്ങളുമായിട്ട്. ഒരു അറിവ് പഠിക്കുന്നത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ. അപ്പൊ നമ്മൾ ചരിത്രം പഠിക്കണം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 3 ഉത്തരവാദിത്തങ്ങളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സഫിൽ പറയുന്നുണ്ട്, വഇദ ഖാല ഈസാ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും. ബഹുമാനപ്പെട്ട മസീഹു ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്. ബനൂ ഇസ്രായേലിലെ അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദരവായ റസൂലിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ബനൂ ഇസ്രായേലിലെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. 30ാമത്തെ വയസ്സിലാണ് നബുവത്ത് കിട്ടുന്നത്. ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്, നന്മ കൽപ്പിക്കുന്നതിന് വേണ്ടി, തിന്മയെ തൊട്ട് തടയുന്നതിന് വേണ്ടി. രണ്ടാമത് പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത തൗറാത്ത് എന്ന ഗ്രന്ഥത്തെ കൃത്യമായി പഠിക്കുവാനും അതിനെ അംഗീകരിക്കുവാനും കൂടി ഞാൻ വന്നതാണ്. തൗറാത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. പിന്നീട് അത് ബൈബിളും മറ്റുമൊക്കെയായി മാറി. മനുഷ്യന്റെ കറുത്ത കൈകടത്തലുകൾ കടന്നുകൂടി അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് വിച്ഛേദനം സംഭവിച്ചു. അല്ലേ? അതല്ലേ തൗറാത്ത് ഗ്രന്ഥം? അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ് തൗറാത്തും ഇഞ്ചീലുമൊക്കെ. പിന്നീട് മനുഷ്യന്റെ കൈകടത്തലുകൾ അതിൽ സംഭവിച്ച് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് വിച്ഛേദനം വന്ന ഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ തൗറാത്തിനെ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. മൂന്നാമത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അഹ്മദ്, എനിക്ക് ശേഷം ഒരു മഹാപ്രവാചകൻ വരാനുണ്ട്. എനിക്ക് ശേഷം, അത് എത്ര വർഷമാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരും. ഇസ്മുഹു അഹ്മദ്, ആ പ്രവാചകന്റെ പേര് അഹ്മദ് എന്നാണ്. അതാണ് ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടൊരു പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്ന്, അവരിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്. രണ്ടാമത്തെ കാര്യം, തൊട്ടു മുമ്പ് അവതരിച്ച തൗറാത്ത് എന്ന ഗ്രന്ഥത്തെ അംഗീകരിക്കുക, ആളുകൾക്കിടയിൽ അതിനെ കൂടുതൽ വാസ്തവീകരിക്കുക. മൂന്നാമത്, തനിക്ക് കിട്ടിയ ഒരു ഗ്രന്ഥമുണ്ട്, ഇഞ്ചീൽ എന്ന ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന അന്തിമ പ്രവാചകൻ, അവസാന പ്രവാചകൻ ഈ ലോകത്ത് സംജാതമാകാനുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാം ദൗത്യം തുടർന്നു മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്തും മനുഷ്യർ, വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ആയിട്ടുള്ള മനുഷ്യർ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇവിടുന്ന്. 3 വിഭാഗക്കാരായി തിരിയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ 3 വിശ്വാസങ്ങൾ രൂപാന്തരപ്പെടുകയാണ്. അതിലൊന്നാമത്തെ വിശ്വാസം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, അള്ളാഹു പഠിപ്പിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദൂതനാണ്, റബ്ബിൽ നിന്ന് അവതരിച്ച നിയോഗിതനായിട്ടുള്ള പ്രവാചകനാണ്. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുക. വിശ്വാസത്തിൽ കോട്ടം സംഭവിക്കാൻ പാടില്ല. അമലുകൾക്ക് പോരായ്മയുണ്ടെങ്കിൽ പോലും വിജ്ഞാനങ്ങൾക്ക് കോട്ടം സംഭവിക്കാൻ പാടില്ല. വിജ്ഞാനങ്ങൾക്ക് കോട്ടം സംഭവിച്ചാൽ സ്വർഗപ്രവേശനം തടയപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അടിമയാണ്, ദാസനാണ്. എന്നാൽ മറ്റൊരു വിഭാഗക്കാർ അഥവാ ജൂതന്മാർ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കള്ളനാണെന്നും വ്യഭിചാര സന്തതിയാണെന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവാകുന്ന മറിയം ഒരു ദുർനടപ്പുകാരിയാണെന്നും ഈസയെ ഞങ്ങൾ കൊല്ലുമെന്ന് പോലും പ്ലാൻ ചെയ്തു ജൂതന്മാർ, യഹൂദികൾ. അവരാണ് ഇന്ന് ഫലസ്തീനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഗസയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നൂറുകണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഇന്നൊക്കെ അങ്ങനെയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ലാ തശബ്ബഹൂ ബിൽ യഹൂദി വൻ നസാറാ, യഹൂദികളോടും നസാറാക്കളോടും തെല്ല് പോലും അവരോട് നിങ്ങൾക്ക് സാമീപ്യം ഉണ്ടാകരുത്. ഒരു കാര്യത്തിലും അവരുമായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ സാമീപ്യം ഉണ്ടാകരുത്.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നന്നായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. മൂന്നാമതൊരു വിഭാഗക്കാർ അഥവാ ക്രൈസ്തവ മതം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവമായി, ദൈവപുത്രനായി അംഗീകരിച്ചു. ദൈവമായിട്ട് ദൈവപുത്രനായി അംഗീകരിച്ച് ഇന്നും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജൂതന്മാർ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലുവാൻ, വധിക്കുവാൻ പ്ലാൻ ചെയ്ത് വധിക്കുന്നതിനടുത്തെത്തിയപ്പോ വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്, വലാകിൻ ശുബ്ബിഹ ലഹും. അള്ളാഹു കോലം, ഭാവം, രീതി മറിക്കപ്പെട്ട് കളഞ്ഞു. അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപം, ഈസാ നബിയുടെ കോലം മറ്റൊരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് ഈസാ നബി അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക വമുതഹിറുക. അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രതിപാദിക്കുകയാണ്, കൃത്യമായി അല്ലാഹു നിന്നെ പരിരക്ഷിച്ചില്ലേ, ആകാശത്തിലേക്ക് ഉയർത്തിയില്ലേ. ജൂതന്മാര് പറയുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വധിച്ചു കളഞ്ഞു എന്നാ, ക്രൈസ്തവര് പറയുന്ന ക്രൂശിക്കപ്പെട്ടു എന്നാ. വിശുദ്ധ ഇസ്ലാമും വിശ്വാസികളും മനസ്സിലാക്കുന്ന ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്, ഖിയാമത്ത് നാളാകുമ്പോൾ ഈസാ നബി ഇറങ്ങി വരുമെന്ന. ആ വിശ്വാസത്തിൽ വൈകല്യം, ഭംഗം വരാൻ പാടില്ല. സ്വർഗപ്രവേശനം തടയപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. അള്ളാഹു അടിവരയിട്ട് പറയുന്നുണ്ട്, വമാ ഖതലൂ വമാ സലബൂ. ജൂതന്മാരുടെ വിശ്വാസം പോലെ ഈസാ നബി അവർ വധിച്ചിട്ടില്ല. വമാ ഖതലൂഹു യഖീന, സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഈസാ നബി അവർ വധിച്ചിട്ടില്ല. വമാ സലബൂ, ഈസാ നബിയെ ക്രൂശിക്കപ്പെട്ടിട്ടുമില്ല. മറിച്ച് എന്റെ സന്നിധിയിലേക്ക് ഈസയെ ഞാൻ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്റെ സമക്ഷത്തിലേക്ക്, എന്റെ ദർബാറിലേക്ക് ഈസയെ ഞാൻ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവസാന കാലഘട്ടം എത്തുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചുരുങ്ങിയ ചരിത്രമാണ് പെട്ടെന്ന് പറയുന്നത്. കാരണം ഇതൊരു അവസരമാണല്ലോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് മനസ്സിലാക്കുക. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സമൂഹത്തിനിടയിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് വിശ്വാസം ഊട്ടിയുറപ്പിച്ച് റബ്ബിന്റെ സമക്ഷത്തിൽ ഹാജരാകാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമുക്ക് സ്വർഗപ്രവേശനം കിട്ടും. അവസാന കാലഘട്ടം എത്തുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറയുന്നുണ്ടല്ലോ. ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും ഉണ്ട്. വലിയ അടയാളങ്ങളിൽ പെട്ടതാണ് ഇമാം മഹദി വരിക, ദാബത്തുൽ അർദ് പുറപ്പെടുക, യഅജൂജും മഅജൂജും വരിക, അതുപോലെ തന്നെ അഗ്നിനാളം പുറപ്പെടുക. ഇതെല്ലാം വലിയ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിൽ പെട്ടതാണ്. ദജ്ജാൽ പുറപ്പെട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദമാസ്കസിന്റെ പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്തായിട്ട് അള്ളാഹു വാനലോകത്ത് നിന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ താഴേക്ക് ഇറക്കുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങും, യാതൊരു സംശയമില്ല. റസൂൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അല്ലാഹുവിൽ സത്യം, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന അല്ലാഹുവിൽ സത്യം, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. മറിയമിന്റെ പുത്രനായിട്ടുള്ള ഈസ വാനലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് സംജാതമാകുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടാണ് ദജ്ജാലിനെ കൊല്ലുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് 7 അതല്ലെങ്കിൽ 40 വർഷം മൊത്തത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ കുടക്കീഴിൽ ഈ ലോകം പൂർണ്ണമായിട്ടായിത്തീരും. റസൂല് പഠിപ്പിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ആദ്യം ചെയ്യുന്ന പണി എന്തെന്നറിയുമോ? മുഴുവൻ കുരിശുകളും തകർക്കും. വലയഖ്തുലന്നൽ ഖിൻസീറ, പന്നികളെ എല്ലാം കൊന്നൊടുക്കുന്നതാണ്. വലയദാന്നൽ ജിസിയ, ചുങ്കങ്ങളെ എല്ലാം നിർത്തലാക്കി കളയുന്നതാണ്. വലയദ്ഹബന്ന ശഹനാഉ വൽ ബഗ്ദാഉ വത്തഹാസീർ, സന്തോഷം കളിയാടുന്ന, സമൃദ്ധി കളിയാടുന്ന മനുഷ്യ മനസ്സുകളിൽ യാതൊരു വിധത്തിലുള്ള വൈരാഗ്യമോ യാതൊരു വിധത്തിലുള്ള വിദ്വേഷമോ ഒന്നുമില്ലാത്ത ഒരു തെളിഞ്ഞ കാലഘട്ടമായിരിക്കും. ആളുകളെ സമ്പത്ത് കാണിച്ച് പ്രലോഭിതരാക്കാൻ വേണ്ടി പരിശ്രമിക്കും, പ്രേരിപ്പിക്കും. പക്ഷെ ആർക്ക് സമ്പത്ത് വേണ്ട. വരും സമ്പത്തെടുത്തോളൂ. വലായഖ്ബലുഹു അഹദുൻ, ആർക്കും സമ്പത്ത് വേണ്ട. എല്ലാവരും വിശുദ്ധ ഇസ്ലാമിന്റെ കുടക്കീഴിലായിട്ട് അണിനിരക്കുന്ന ഒരു സാഹചര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുപോലെ തന്നെ യുവത്വം പ്രാപിച്ച ഒട്ടകങ്ങൾ പോലും അവഗണിക്കപ്പെടും. യുവത്വം പ്രാപിച്ച ഒട്ടകങ്ങൾ അവഗണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ ഒട്ടകത്തെ ഉപയോഗിക്കുന്ന പണ്ടുകാലങ്ങളിൽ വാഹനമായിട്ടാണല്ലോ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്രാ സാധന സാമഗ്രികൾ കൊണ്ടുപോകാനൊക്കെയായിട്ട് ഒട്ടകത്തെ ഉപയോഗിക്കുന്നത്. ആളുകൾക്കൊന്നും ഒട്ടകം വേണ്ട, കൂടിയ വാഹനങ്ങളിലായിട്ടായിരിക്കും. എല്ലാ നിലയിലും സമൃദ്ധമായ ഒരു കാലഘട്ടം, ഭൗതികവും ആത്മീയവും സാമ്പത്തികവും ഒക്കെയായിട്ട്. റസൂല് പറയുകയാണ്, ഭൂമിയുടെ മേൽ നിർഭയത്വം കളിയാടുന്നതാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രാജ്യം ഭരിക്കുന്ന, ഈ ലോകം ഭരിക്കുന്ന ഹക്കമൻ വ ആദില എന്നാണ് റസൂല് പഠിപ്പിച്ചത്. നീതിമാനായ ഒരു ഭരണാധികാരി, എല്ലാ സ്ഥലത്തും സമാധാനം. എത്രത്തോളം എന്നാൽ ഒട്ടക കൂട്ടങ്ങളോടൊപ്പം സിംഹങ്ങൾ ഒന്നിച്ച് മേയുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഒട്ടകക്കൂട്ടങ്ങളോടൊപ്പം സിംഹങ്ങൾ ഒന്നിച്ച് മേയും. ഹദീസാണ്, റസൂല് പഠിപ്പിക്കുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാടുകളോടൊപ്പം പുള്ളിപ്പുലികൾ ഒന്നിച്ച് മേയുന്നതാണ്. ആടുകളോടൊപ്പം ചെന്നായ്ക്കൾ ഒരുമിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ മേയും. പരസ്പരം കൊന്നൊടുക്കൂല, പരസ്പരം ഉപദ്രവിക്കൂല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കുട്ടികൾ പാമ്പുകളോടൊപ്പം കളിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പില്ല. യദുർറുഹും, ആ പാമ്പുകൾ ആ കുട്ടികളെ ഉപദ്രവിക്കൂല. അപ്പൊ ഇത് നമ്മുടെ വിശ്വാസമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് മുതൽ ബഹുമാനപ്പെട്ട ഇമ്രാനിന്റെയും ഹന്നയുടെയും മകളായിട്ട് ജനിച്ച മറിയമിന്റെ പുത്രനായിട്ട് ജനിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ലോകത്തേക്ക് ഭൂജാതനായ നിമിഷം മുതൽ അവസാനം വരെ ഈ ലോകത്തേക്ക് ഇറങ്ങി വരുന്നത് വരെയുള്ള ചുരുക്കിയ ചരിത്രം ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിൽ വൈകല്യം സംഭവിക്കാൻ പാടില്ല. ഇന്ന് ഈ വിഷയം സംസാരിച്ച് എന്തിനാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ക്രിസ്മസ് വരികയാണ്. ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ക്രിസ്തുമസ് എന്നുള്ളത്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. കൂടുതൽ പറയുന്നത് ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, നമ്മിൽപ്പെട്ടവനല്ല, വിശുദ്ധ ഇസ്ലാമിൽപ്പെട്ടവനല്ല, റസൂലിന്റെ ഖൗമിൽപ്പെട്ടവനല്ല. മൻ, ഒരു കൂട്ടം, ഒരു വിഭാഗം ആളുകൾ, തശബ്ബഹ ബിഗൈരിനാ, മറ്റ് മതങ്ങൾ പഠിപ്പിക്കുന്ന, മറ്റ് സമൂഹങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നവർ വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല, മുസ്ലിം അല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ റസൂല് തശ്ബീഹ് എന്ന വാക്ക്, തശ്ബീഹ് എന്ന് പറഞ്ഞാൽ അറബിൽ അർത്ഥം സാദൃശ്യപ്പെടുക എന്ന, അവര് ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നുള്ള അർത്ഥമല്ല. അതല്ലെങ്കിൽ അന്യമതസ്ഥർ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുക എന്ന വാക്കല്ല റസൂല് സൂചിപ്പിച്ചത്, മറിച്ച് സാദൃശ്യപ്പെടുക, ഏതെങ്കിലും നിലയിൽ സാദൃശ്യപ്പെടുക. അത് കുഫ്റാണ്, ശിർക്കാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നുണ്ടല്ലോ. കുഫ്റും ശിർക്കും ചെയ്യാത്ത നിലയിൽ എത്ര പാപം ചെയ്തിട്ടാണെങ്കിലും ഒരു അള്ളാഹുവിന്റെ അടിമ പടച്ചവന്റെ സമക്ഷത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ സകലവിധ പാപങ്ങളും അള്ളാഹു അവന് പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഫ്ർ ശിർക്ക് അള്ളാഹു പൊറുക്കൂല. വിശ്വാസത്തിൽ വൈകല്യം സംഭവിക്കുക അള്ളാഹു ഒട്ടും ഇഷ്ടമല്ല. കർശന നിലപാടാണ് അള്ളാഹു വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കർശന നിലപാടാണ്. ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തോട്, ഏതെങ്കിലും ഒരു മതത്തോട് ഒരു വിശ്വാസി ചാഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ സമുദായത്തിൽ, മതത്തിൽ പെട്ടുപോയി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടില് സ്റ്റാർ തൂക്കുക, തുറന്നു പറയാമല്ലോ, സ്റ്റാർ തൂക്കുക, അതുപോലെ ക്രിസ്മസിന്റെ ഈ ആശംസ കൈമാറുക, ഇതൊക്കെ കുഫ്റാണ്. ഇതൊക്കെ കുഫ്റൊന്നും പാടില്ല. നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അതുപോലെ തന്നെ സാന്റാക്ലോസ് ആകുക, അതുപോലെ ക്രിസ്മസിന്റേതാകുന്ന ആഘോഷങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ കൊണ്ട്, ഇതൊക്കെ കുഫ്റാണ്. കുഫ്ർ അള്ളാഹു പൊറുക്കൂല. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലഘട്ടം എത്തുമ്പോൾ ശിർക്ക് വളരെ ലോലമാണ് കേട്ടോ. ശിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി കുമ്പിടുക, അത് മാത്രമല്ല ശിർക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ, അല്ല കണ്ണുകൾ പോലും ശിർക്ക് ചെയ്യും, അതുപോലെ തന്നെ അവയവങ്ങൾ പോലും ശിർക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി കുമ്പിടുക, തലകുനിക്കുക എന്നത് മാത്രമല്ല ശിർക്ക്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലഘട്ടം എത്തുമ്പോൾ ശിർക്ക് വളരെ ലോലമാകും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത തറയിലൂടെ പ്രതലത്തിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലുകളേക്കാൾ ലോലമാണ് ശിർക്കെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കറുത്ത പ്രതലത്തിലൂടെ റസൂലിന്റെ തശ്ബീഹ്, റസൂലിന്റെ ആ ഒരു ഉദാഹരണം റസൂൽ ഉപമിക്കുന്നത് കണ്ടില്ലേ? കറുത്ത പ്രതലത്തിൽ ഇഴഞ്ഞു പോകുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലുകൾ, അതിനേക്കാൾ ലോലമാണ് ശിർക്ക് എന്ന ആദരവായ റസൂലുള്ളാഹി ഈ ഉമ്മത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ലോലമായി തീരും, വളരെ ലോലമായി തീരും. വീട്ടിൽ സ്റ്റാർ തൂക്കുന്ന കുഫ്ര, എവിടെ പോയി നിങ്ങൾ മസല എന്ന് ചോദിക്കണ്ട, യാതൊരു സംശയവുമില്ല. സ്റ്റാർ തൂക്കാൻ പാടില്ല, ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാൻ പാടില്ല. കാരണം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവമായി, ദൈവപുത്രനായി അംഗീകരിക്കുന്ന, അതല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തെയും കൂട്ടം നമ്മൾ വിടാൻ പാടില്ല. നമ്മുടെ വിശ്വാസം തെറ്റിപ്പോയല്ലോ. വിശ്വാസത്തിൽ വൈകല്യം സംഭവിച്ചാൽ സ്വർഗപ്രവേശനം തടയുമെന്ന റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അമലുകളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ട്, അത് അള്ളാഹു മാപ്പാക്കി തരും. എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അള്ളാഹു ചിലപ്പോൾ കണ്ണടയ്ക്കും. പക്ഷെ വിശ്വാസത്തിൽ കുഫറും ശിർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പൊറുക്കൂല എന്ന് റസൂൽ അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ പണിക്കും നമ്മൾ നിൽക്കണ്ട. നമ്മുടെ കുടുംബമായിരുന്നാലും അതുപോലെ സ്കൂളിൽ പോകുന്ന നമ്മുടെ മക്കളായിരുന്നാലും പരമാവധി സൂക്ഷിക്കുക. നമ്മൾ പറഞ്ഞ ഒരു സ്റ്റാർ തൂക്കിയ ഇപ്പൊ എന്താ കുഴപ്പം? വിശ്വാസം പോയില്ലേ? നമ്മൾ നിൽക്കുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിലാണ്, വിശുദ്ധ ഇസ്ലാമിന്റെ തണലിലാണ്. വിശ്വാസത്തിൽ വൈകല്യം സംഭവിക്കാൻ പാടില്ല. ഒരു കേക്ക് മുറിക്കാൻ, കേക്ക് മുറിക്കുന്നതും തെറ്റില്ല. ഇപ്പൊ കേക്ക് മുറിക്കുന്നതൊക്കെ സൂക്ഷിച്ച് മുറിക്കണം. കാരണം ഈ ചില കേക്കുകളിൽ വൈൻ ചേർക്കുന്നുണ്ട്. ചില കേക്കുകൾ സോഫ്റ്റ്നെസ് ആകുന്നതിന് വേണ്ടി, അത് മൃദുലമാകുന്നതിനോട് അതിൽ കള്ളും മദ്യമൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇബാദത്തുകൾക്ക് തടസ്സം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യം. അപ്പൊ സൂക്ഷിച്ച്, ഒരു കേക്ക് അടിക്കുന്നതിന് തെറ്റില്ല, ഏത് കേക്കും വാങ്ങിച്ചു, പക്ഷെ സൂക്ഷിച്ച് അതിന്റെ പുറകൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ എന്തൊക്കെ ചേരുവകൾ അതിൽ ചേർന്നിട്ടുണ്ടെന്ന്. അതൊക്കെ സൂക്ഷിച്ചിട്ട് കഴിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതെങ്കിലും ഒരു സമുദായത്തോട്, മതത്തോട്, അവരുടെ ആഘോഷങ്ങളോട് ഒരു വിശ്വാസി സാദൃശ്യപ്പെട്ടാൽ ആ മതത്തിൽ അവൻ പെട്ടുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ഷഹാദത്ത് കലിമ പറഞ്ഞ് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരണം. ചെറിയ നിസാര കാര്യമൊന്നുമല്ല. വിശ്വാസത്തിൽ വൈകല്യം സംഭവിക്കാൻ പാടില്ല. മറ്റ് ഇത് വർഗീയതയോ വിദ്വേഷമോ ഒന്നും പറയുന്നതല്ല. ചില ആളുകൾ എന്താ ഈ വർഗീയത പറയാണ്, വിദ്വേഷം? ഒരു വർഗീയതയല്ല. വിശുദ്ധ ഇസ്ലാം മറ്റു മതസ്ഥ വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, വിശുദ്ധ ഇസ്ലാമിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥരെ ബഹുമാനിക്കണം, ആദരിക്കണം. അവരുടെ ആരാധ്യ വസ്തുക്കളോട് വെറുപ്പിന്റെ നോട്ടം പോലും നോക്കരുതെന്നാണ് പ്രവാചക അധ്യാപനം. അല്ലേ? മദീന പള്ളിയുടെ ഒരു ഭാഗം ആരാധനയ്ക്ക് വേണ്ടി ക്രൈസ്തവ പുരോഹിതന്മാർക്ക് റസൂൽ വിട്ടുകൊടുത്തല്ലോ. അപ്പൊ മറ്റ് മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കാനോ കളിയാക്കാനോ പാടില്ല. അത് പാതകമാണെന്ന് പഠിപ്പിച്ച് വിശുദ്ധ ഖുർആൻ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. വിശുദ്ധ ഇസ്ലാമിൽ ഒതുങ്ങി നിന്നോണം. വിശുദ്ധ ഇസ്ലാമിന്റെ പുറത്തു പോകുന്ന കുഫറിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല, ഒരു നിലയിലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളാണ് ക്രൈസ്തവ മതത്തിൽപ്പെട്ടവർ. അവരെ പൂർണ്ണമായിട്ട് നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ധാരാളം ക്രൈസ്തവരായിട്ടുള്ള അതുപോലെ ഹൈന്ദവരായിട്ടുള്ള കൂട്ടുകാരൊക്കെ നമുക്കുണ്ട്, അല്ലേ? പക്ഷെ അതിലൊക്കെ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്കിന്റെ വിഷയത്തിൽ കഠിനമായി പറഞ്ഞതുപോലെ അല്ലാഹു പൊറുക്കാത്ത ഒറ്റ പാപമേ ഉള്ളൂ. ഇത് അല്ലാഹു പൊറുക്കുകയില്ല. അള്ളാഹു അവന്റെ മുഖത്തേക്ക് നോക്കൂല, അവനെ പരിശുദ്ധപ്പെടുത്തൂല. ഒരു സന്തോഷത്തിന്റെ വാചകം പോലും അവന്റെ മുഖത്ത് നോക്കി പറയൂല എന്ന് റസൂല് പഠിപ്പിച്ച ഒറ്റ കാര്യം എന്നുള്ളത് ശിർക്ക. തുറന്നു പറഞ്ഞാല് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കുഫറിന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോലും പാടില്ല എന്നാണ്. പിന്നെ ന്യായീകരണമൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കുഫറിന്റെ വസ്തുക്കൾ വിൽപ്പന ചെയ്യാൻ പോലും പാടില്ല എന്നുള്ളതാ ഞാൻ ഒരു അറിവ് പറഞ്ഞു തരും. നിങ്ങൾക്ക് ചെയ്യുക ചെയ്യാതിരിക്കുക നമ്മുടെ ഇഷ്ടം, അത് നമ്മളാണല്ലോ തീരുമാനിക്കും. സൂക്ഷ്മതയുടെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണല്ലോ. പക്ഷെ അറിവ് കൈമാറുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കുഫറിലും ശിർക്കിലും മാത്രം തനിപ്പിക്കുന്ന വസ്തുക്കൾ അത് കച്ചവടം ചെയ്യാൻ പാടില്ല. വിഗ്രഹങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. സ്റ്റാർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്.
അത് കുഫറിന്റെ അടയാളമാണ്. അപ്പൊ അതൊന്നും വിൽക്കാൻ പാടില്ല എന്ന് പോലും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഗൈറു മുഅയ്യനായിട്ടുള്ള വസ്തുക്കൾ, കുഫറിലും ശിർക്കിലും തനിക്കാത്ത വസ്തുക്കളുണ്ട്, അത് കച്ചവടം ചെയ്യാം. ഉദാഹരണത്തിന് പൂവ് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ആരാധനയ്ക്ക് വേണ്ടി അല്ലാതെ അത് കച്ചവടം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തിനാ ഈ തുച്ഛമായ ലാഭം? ചില ആളുകൾ തുറന്നു പറയുക, ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എന്ത് ലാഭം കിട്ടാനാ സഹോദരങ്ങൾ? ഒരു ലാഭം കിട്ടൂല, ഉള്ള ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഈ സിഗരറ്റ് വിൽക്കുന്നവര്, അതുപോലെ തന്നെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയ സ്വന്തം വാലും മുതലും ആകുകയാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സ്വന്തം നശിക്കുകയാണ്, മറ്റുള്ളവരെ നശിപ്പിക്കുകയും കൂടി ചെയ്യുക. അല്ല, ഈ സിഗരറ്റ് വിൽക്കുന്നവർ, അതുപോലെ തന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർ എന്ത് ലാഭം കിട്ടാനാ? സ്വന്തം നശിക്കുകയാ, ഇബാദത്തുകൾ കോട്ടം സംഭവിക്കുകയാ, ഇബാദത്തുകൾ തകർന്നു പോവുകയാണ്. അതിൽ യാതൊരു കച്ചവടത്തിൻ്റെതാകുന്ന എല്ലാ ബറക്കത്തും, കച്ചവടം വലിയ ഇബാദത്താണ്. റസൂല് പഠിപ്പിച്ചില്ലേ, അത്താദിറു സദീഖുൽ അമീൻ മഅ സിദ്ദീഖ് വൻ നബിയീൻ, പ്രവാചകന്മാരോടും ശുഹദാക്കളോടും സാലിഹീങ്ങളോടും ഒപ്പം സഹവസിക്കുന്നവരാണ് കച്ചവടക്കാർ, സത്യസന്ധരായിട്ടുള്ള കച്ചവടക്കാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഈ സാദിഖിന്റെ അർത്ഥം? സത്യസന്ധരായ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്ന നിലയിൽ കച്ചവടം ചെയ്യുക എന്നുള്ളതാ. ലഹരി വസ്തുക്കൾ ഇവയ്ക്ക് എന്ത് ലാഭം കിട്ടാനോ? നമുക്ക് ഒരു ലാഭം കിട്ടില്ല, കച്ചവടത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടും അത്ര തന്നെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാർ. അപ്പൊ പരമാവധി സൂക്ഷിക്കുക. ഇത് ഒരു മസാലയാണ്. ആരാധനാ വസ്തുക്കൾക്ക് വേണ്ടി, മറ്റ് മതസ്ഥരുടെ ആരാധനാ വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, വസ്തുക്കൾ, അത് കച്ചവടത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള മഹാന്മാരുടെ അഭിപ്രായമാണ്. പിന്നെ ന്യായീകരണത്തിന് വേണ്ടി നമ്മൾ എന്നും പറഞ്ഞേക്കും, എങ്കിലും സൂക്ഷ്മതയുടെ ജീവിതം പാലിക്കണം എന്നാണ് റസൂല് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി, സൂക്ഷ്മജ്ഞാനികളിൽ, യഥാർത്ഥ മതബോധമുള്ള മതഭക്തന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ച്, തെറ്റായ വിശ്വാസം പുലർത്തുന്ന ആളുകളെ സ്നേഹിച്ച് ആദരിച്ച്, അവരോട് യാതൊരു വിധത്തിൽ വിശ്വാസത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ള നിലപാടിൽ വിശ്വാസികൾ എത്തണം. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലിന്റെ വാക്ക് അടിവരയിട്ട് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും നിലയ്ക്ക് മറ്റു മതസ്ഥരോട് ഏതെങ്കിലും കർമ്മത്തിൽ സാദൃശ്യപ്പെട്ടാൽ വിശുദ്ധ ഇസ്ലാമിന് പുറത്തുപോയി, അഥവാ ആ മതത്തിൽ പൊട്ടുപോയി എന്ന റസൂലിന്റെ വാക്ക്. രണ്ടാമത് ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്ന്. ഇത്ര കടുപ്പത്തിൽ പറയുന്നത് വിശ്വാസത്തിന്റെ ഒരു വിഷയമായതുകൊണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരേക്കും മുസ്ലിമായി ജനിച്ച്, മുസ്ലിമായി ജീവിച്ച്, മുസ്ലിമായിട്ട് മരിക്കുവാൻ അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് പ്രധാനപ്പെട്ട ദുആ വസിയത്തുകൾ ഉള്ളത്. അൽമിർ ഫൈസി എന്ന കല്ലാട്ടുമുക്കിലുള്ള ഒരു പൊന്നുമോൻ, 5 വയസ്സേ ഉള്ളൂ. പലതവണ ഫിക്സ് സംഭവിച്ച്, അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ആയിട്ട് തിരുവനന്തപുരം എസ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ കുട്ടികളുടെ ICU വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു പരിപൂർണ ശിഫാവ് കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ ഹദീസുകളുടെ ബറക്കത്ത് കൊണ്ട്, പുണ്യമായ ജുമഅയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആഫിയത്തോടെ, സിഹത്തോടെ, സലാമത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഴുവൻ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെ തൊട്ടെല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു റിസൾട്ടുകളെല്ലാം അനുകൂലമാക്കി കൊടുക്കുമാറാകട്ടെ, പ്രതികൂലമാകുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്, ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ. അതുപോലെ മണക്കാട് ജമാഅത്ത് ട്രഷറി ഷരീഫിന്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവ് ഉല്ലാസ് സാഹിബ് ഏതാനും ദിവസങ്ങൾക്കും ഇവിടുന്ന് ജുമാ നമസ്കരിച്ചിട്ട് പോയ വ്യക്തിയാണ്. ബസ് തട്ടി മരണപ്പെടുകയുണ്ടായി. അല്ലാഹു അദ്ദേഹത്തിന് പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹമായി പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആ മർഹൂമിന് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മർഹൂം സുൽത്താൻ സാഹിബ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് വിട പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ മക്കൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങൾ, മുഖ്ലിസീങ്ങൾ, സാലിഹീങ്ങളോടൊപ്പം അല്ലാഹു സ്വർഗ്ഗത്തിൽ സഹവസിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മരണത്തെക്കുറിച്ചുള്ള നിരന്തര ചിന്തയും അതിലധിഷ്ഠിതമായ നിരീക ജീവിതത്തെ ക്രമീകരിക്കുവാനും അല്ലാഹു നാം ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.